ഇറക്കുന്നു മനുഷ്യനരയിൽ മഞ്ഞു പെയ്യുന്ന മലനടക്കിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മണ്ണിലും വിണ്ണിലും മന്ദാസം പെയ്യും മധുര മനോഹര ഗാനം. മണ്ണിലും വിണ്ണിലും മന്ദാസം പെയ്യും മധുര മനോഹര ഗാനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവം ഇറക്കുന്നു മനുഷ്യനരയിൽ മഞ്ഞു പെയ്യുന്ന മലനടക്കിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മണ്ണിലും വിണ്ണിലും മന്ദാസം പെയ്യും മധുര മനോഹര ഗാനം. മണ്ണിലും വിണ്ണിലും മന്ദാസം പെയ്യും മധുര മനോഹര ഗാനം. Hi. Christmas is the season of hope. It is the season of love and a season of blessing. This is the season to wish one another joy, love and peace. Doesn't it make you wonder why Santa is still old-fashioned? He is trying to help us retain the true meaning of Christmas, which is spending less and sharing more. Merry Christmas. We all wish each one of you our sincere prayers and the Christmas that you will be happy in giving yourself to others. That you will come to know that it is more blessed to give than to receive. And to conclude, we the entire family of St. Augustine Youth wants to wish you all nothing but the best of the joyous Christmas season. Embrace every blessing that will come your way. Once again, Merry Christmas. സ്നേഹമുള്ളവരെ, ക്രിസ്മസ് തിരുക്ക് നമ്മൾ ആരംഭിക്കുവാൻ പോവുകയാണ്. ഉള്ള സൗകര്യമനുസരിച്ച് നിൽക്കുക, പ്രാർത്ഥിക്കുക, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയരുത്. അത് നല്ല ഒരു അനുഭവമാക്കി തീർക്കുവാനായിട്ട് കൃത്യമായി എല്ലാവരും പരിശ്രമിക്കുക. ആദ്യമായിട്ടാണ് നമ്മൾ പുൽക്കൂട്ടിനടുത്ത് സർവീസിൽ നാൾ ആരംഭിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെതായ അസൗകര്യങ്ങളുണ്ട്, ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടാവും, ലൈറ്റിൻ്റെ പ്രശ്നം ഉണ്ടാവും. അതെല്ലാം ഇതുമൊക്കെയായിട്ട് സഹകരിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മറ്റൊരു വേണ്ടി പ്രാർത്ഥിക്കാം. അവിടെ ഈ തിരുക്കർമ്മങ്ങൾ നേതൃത്വം നൽകുന്നത് ഫ്രാൻസിസ് അലംപ്രദർശനാണ്. അച്ഛനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ എൻ്റെ വചനം പങ്കുവയ്ക്കുന്നത് വിപിൻ വള്ളൂശ്ശേരി അച്ഛനാണ്. ഇവിടെ രണ്ട് അച്ഛന്മാരെയും വൈദികരെയും ഒരു കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാം. പ്രിയപ്പെട്ടവരെ, കോവിഡ് എന്ന മഹാമാരി വലിയ അസമാധാന ലോകത്തിന് നൽകിയ 2020 ആണ്ടിലെ ക്രിസ്മസ് ദിനത്തിലാണ്. ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്ന സമാധാനം. മറ്റൊരു ദൈവത്തിൻ്റെ സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർ സമാധാനം നമുക്ക് ആലപിച്ചു. ലോകം ഇന്ന് സമാധാനം ആഗ്രഹിക്കുന്നു, നമ്മളൊക്കെ ആഗ്രഹിക്കുന്നു. ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിലേക്ക് എഴുതുന്നുണ്ട്. നമ്മളെയും നമ്മുടെ ഭവനങ്ങളെയും നമ്മുടെ ഇടവകയും ലോകം മുഴുവനും സമാധാനപൂർണ്ണമാക്കുന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നാമം പൂജിതമാകണമേ, നിൻ രാജ്യം വന്നിടണമേ, പരിശുദ്ധൻ നീ പരിശുദ്ധൻ. നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. മാനവവൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പു സാമോദം, പരിശുദ്ധൻ നീ എന്നെന്നും, പരിശുദ്ധൻ നീ പരിശുദ്ധൻ.
സ്വർഗസ്ഥിതനാം താതാ നിൻ നാമം പൂജിതമാകണമേ, നിൻ രാജ്യം വന്നിടണമേ, നിൻ വിധമിവിടെ ഭവിക്കണമേ. സ്വർഗത്തെന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമായ ആഹാരം ഞങ്ങൾക്കിന്നരുളിടണമേ. ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോ ഞങ്ങൾക്കുള്ള കടം സകലം, പാപത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ. ആമേൻ ആമേൻ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ അനന്തകാരുണ്യത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. ദൈവമായിരുന്ന ബന്ധനത്തിന്റെ സൂര്യനാക്കി ദാസന്റെ രോഗം സ്വീകരിച്ച മിശിഹ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ചൈതന്യം കൊണ്ട് നമ്മെ നിറയ്ക്കട്ടെ. പുൽക്കൂട്ടിൽ അവതീർണനായ മിശിഹായ പൂർണ്ണദൈവവും പൂർണ്ണ മനുഷ്യനായി സ്വീകരിച്ച് നമുക്ക് ആരാധിക്കാം. ഈ വിശുദ്ധ രഹസ്യങ്ങൾ ഭക്തിയോടെ പരിക്രമം ചെയ്തുകൊണ്ട് പരിത്രാണങ്ങളുടെ ഫലങ്ങളെ അർഹരാകുവാൻ അവിടുന്ന് നമ്മെ സഹായിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്ക്. കർത്താവിൻ തിരുസന്നിധിയിൽ
സകലം റൂഹായിക്കും സ്തുതിയെന്നേക്കും ആദിമുതൽക്കും അതുപോലെ ആമേൻ ആമേൻ സമാധാനം നമ്മോടുകൂടെ. മഹോന്നതനായ കർത്താവേ, അങ്ങയുടെ ഭയജനകമായ പീഠത്തിന്റെയും മൃതമായ ത്രോണത്തിന്റെയും അലങ്കൃതവും സുദീർഘമായ സിംഹാസനത്തിന്റെയും മുമ്പാകെ അങ്ങയുടെ ശുശ്രൂഷകരായ ക്രോവന്മാരോട് വരാതെ സ്തുതിക്കുകയും പ്രാപ്യന്മാർ പരിശുദ്ധനെന്ന് നിരന്തരം ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. അവരോട് ചേർന്ന് ഞങ്ങളും അങ്ങേക്ക് ഭയഭക്തികളോടെ സ്തുതിയും ബഹുമാനവും ആരാധന സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. അങ്ങയുടെ സത്യത്തിന് ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ പ്രതിഷ്ഠാകുവാനും സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു കുടിച്ചോടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാലും എല്ലാത്തിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ നീക്ക്. കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നസ്തിമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും സ്തുതിയും പുണ്യതയും ആരാധന സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായി നീക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും ബലവാനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവസമൃദ്ധ ഭോജനെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്ക്. സഹോദരരെ, നിങ്ങളിൽ ശ്രദ്ധയോടെ കേൾക്കുവിൻ. യേശയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 7 അധ്യായം 10 മുതൽ 14 വാക്യങ്ങൾ. കർത്താവ് വീണ്ടും ആഹാസിനോട് അരുളി ചെയ്തു, നിന്റെ ദൈവമായ കർത്താവിൽ നിന്ന് ഒരു അടയാളം ആവശ്യപ്പെടുക. അത് പാതാളം പോലെ അഗാധമോ ആകാശം പോലെ ഉന്നതമോ ആയിരിക്കട്ടെ. ആഹാസ് പ്രതിവചിച്ചു, ഞാൻ അത് ആവശ്യപ്പെടുകയോ
കർത്താവിനെ പരീക്ഷിക്കുകയില്ല. അപ്പോൾ യെശയ്യാ പറഞ്ഞു, ദാവീദിന്റെ ഭവനമേ ശ്രദ്ധിക്കുക, മനുഷ്യരെ അസൂയപ്പെടുത്തുന്ന പോരാഞ്ഞിട്ടാണോ നിന്റെ ദൈവത്തിന്റെ ക്ഷമ പരീക്ഷിക്കുന്നത്? അതിനാൽ കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും. യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. തിന്മ ത്യജിക്കാനും നന്മ സ്വീകരിക്കാനും പ്രായമാകുമ്പോൾ ബാലൻ തൈരും തേനും ഭക്ഷിക്കും. നന്മ തിന്മകൾ തിരിച്ചറിയാൻ ആ ബാലന് പ്രായമാകുന്നതിന് മുമ്പ് നിങ്ങൾ ഭയപ്പെടുന്ന 2 രാജാക്കന്മാരുടെയും രാജ്യങ്ങൾ നിർജ്ജനമാകും. എന്നാൽ ദുഃഖത്തിലാണ്ടുപോയവളുടെ അന്ധകാരം നീങ്ങിപ്പോകും. ആദ്യകാലങ്ങളിൽ സെബുലൂനിന്റെയും നഫ്താലിയുടെയും ദേശങ്ങളെ അവിടുന്ന് നിന്ദനത്തിന് ഇരയാക്കി. എന്നാൽ അവസാന നാളുകളിൽ സമുദ്രത്തിലേക്കുള്ള പാതയെ, ജോർദാൻ കരയുള്ള ദേശത്തെ, ജനതകളുടെ ഗലീലയെ അവിടുന്ന് മഹത്വപൂർണ്ണമാക്കും. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു. സൂര്യന്റെ ദേശത്ത് വച്ചിരിക്കുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു. അങ്ങ് ജനതയെ വർദ്ധിപ്പിച്ചു. അവർക്ക് അത്യധികമായ ആനന്ദം നൽകി. വിളവെടുപ്പിൽ സന്തോഷിക്കുന്നവരെ പോലെയും കവർച്ച വസ്തു പങ്കുവെക്കുമ്പോൾ ആനന്ദിക്കുന്നവരെ പോലെയും അവർ അങ്ങയുടെ മുൻപിൽ ആഹ്ലാദിക്കുന്നു. എന്തെന്നാൽ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും. വിസ്മയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിന്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജ്യത്തിലും അവന്റെ ആധിപത്യം നിശ്ചയമാണ്. അവന്റെ സമാധാനം അനന്തവും നീതിയിലും ധർമ്മത്തിലും എന്നേക്കും അത് സ്ഥാപിച്ച് പരിപാലിക്കുവാൻ തന്നെ സൈന്യങ്ങളുടെ കർത്താവിന്റെ തീക്ഷ്ണത ഇത് നിറവേറ്റും. രണ്ടാം വായന മീഖായുടെ പുസ്തകത്തിലുള്ള വായന. അന്തിമ നാളുകളിൽ കർത്താവിന്റെ ആലയം സ്ഥിതി ചെയ്യുന്ന മല ഗിരിശൃംഗങ്ങൾക്ക് മുകളിൽ സ്ഥാപിക്കപ്പെടും. കുന്നുകൾക്ക് മുകളിൽ ഉയർത്തപ്പെടും. ജനതകൾ അവിടേക്ക് പ്രവഹിക്കും. വരുവിൻ, കർത്താവിന്റെ കീഴിലേക്ക്, യാക്കോബിന്റെ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് പോകാം. അവിടുന്ന് തന്റെ മാർഗങ്ങൾ നമ്മെ പഠിപ്പിക്കും. നമുക്ക് അവിടുത്തെ വഴികളിലൂടെ നടക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അനേകം ജനതകൾ വരും. സിയോനിൽ നിന്ന് നിയമവും ജെറുസലേമിൽ നിന്ന് കർത്താവിന്റെ വചനവും പുറപ്പെടും. അവിടുന്ന് അനേകം ജനതകൾക്കിടയിൽ ന്യായം വിധിക്കും. വിദൂര സ്ഥലമായ പ്രബല രാജ്യങ്ങൾക്ക് അവിടുന്ന് വിധിയാളനായിരിക്കും. അവർ തങ്ങളുടെ വാളുകൾ കൊഴുവായും കുന്തങ്ങൾ വാക്കത്തിയായും രൂപാന്തരപ്പെടുത്തും. ജനം ജനത്തിനെതിരെ വാൾ ഉയർത്തുകയില്ല. അവർ മേലിൽ യുദ്ധം അഭ്യസിക്കുകയില്ല. ബേത്ലഹേം, എഫ്രാത്ത, യൂദാ ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും. അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുൻപേ ഉള്ളവനാണ്. അതിനാൽ ഈറ്റു നോവെടുത്തവൾ പ്രസവിക്കുന്നതുവരെ അവൻ അവരെ പരിത്യജിക്കും. പിന്നീട് അവന്റെ സഹോദരനിൽ അവശേഷിക്കുന്നവർ ഇസ്രായേൽ ജനത്തിലേക്ക് മടങ്ങി വരും. കർത്താവിന്റെ ശക്തിയോടെ തന്റെ ദൈവമായ കർത്താവിന്റെ മഹത്വത്തോടെ അവൻ വന്ന് തന്റെ ആടുകളെ മേയ്ക്കും. ഭൂമിയുടെ അതിർത്തിയോളം അവൻ പ്രതാപവാനാകിയാൽ അവർ സുരക്ഷിതരായി വസിക്കും. അവൻ നമ്മുടെ സമാധാനമായിരിക്കും. അസീരിയ നമ്മുടെ നാട് ആക്രമിക്കുകയും നമ്മുടെ മണ്ണിൽ കാൽകുത്തുകയും ചെയ്യുമ്പോൾ നാം അവനെതിരെ 7 ഇടയന്മാരെയും 8 പ്രഭുക്കന്മാരെയും അണിനിരത്തും. യാക്കോബിന്റെ ഭവനത്തിൽ അവശേഷിക്കുന്നവർ ജനതകൾക്കിടയിൽ, അനേകം ജനതകൾക്കിടയിൽ, വന്യമൃഗങ്ങൾക്കിടയിൽ സിംഹത്തെ പോലെയും ആട്ടിൻപറ്റത്തിൽ യുവസിംഹത്തെ പോലെയും ആയിരിക്കും. അത് ചവിട്ടി മതിച്ചും ചീന്തിക്കേറിയും നടക്കും. രക്ഷിക്കാൻ ആരും ഉണ്ടാവുകയില്ല. പ്രതിയോഗികളുടെ മീതെ നിന്റെ കരം ഉയർന്നു നിൽക്കും. നിന്റെ സർവ്വ ശത്രുക്കളും വിച്ഛേദിക്കപ്പെടും. തിരുജനത്തെ കീർത്തിക്കാം. ഹല്ലേലൂയ.
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരനെ പൗലോസ് ശ്ലീഹ ഗലാത്യയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. സഹോദരനെ, മാനുഷികമായി ഞാൻ പറയട്ടെ, ഒരുവന്റെ ഉടമ്പടി ഒരിക്കൽ സ്ഥിരീകരിച്ചതിനു ശേഷം ആരും അത് അസാധുവാക്കുകയോ അതിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ ചെയ്യാറില്ല. വാഗ്ദാനങ്ങൾ നൽകപ്പെട്ടത് അബ്രാഹത്തിനും അവന്റെ സന്തതിക്കുമാണ്. പലരെ ഉദ്ദേശിച്ച് സന്തതികൾക്ക് എന്ന് അതിൽ പറഞ്ഞിട്ടില്ല. പ്രസ്തുത ഒരുവനെ ഉദ്ദേശിച്ച് നിന്റെ സന്തതിക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് മിശിഹായാണ്. ഞാൻ പറയുന്നത് ഇതാണ്: 430 വർഷങ്ങൾക്ക് ശേഷം നിലവിൽ വന്ന നിയമം വാഗ്ദാനം നീക്കിക്കളയത്തക്ക വിധം ദൈവം പണ്ട് തന്നെ സ്ഥിരീകരിച്ച ഉടമ്പടി അസാധുവാക്കുകയില്ല. എന്തെന്നാൽ പാരമ്പര്യാവകാശം നിയമത്തിൽ നിന്നാണെങ്കിൽ അത് ഒരിക്കലും വാഗ്ദാനത്തിൽ നിന്നായിരിക്കുകയില്ല. എന്നാൽ ദൈവം അബ്രാഹത്തിന് അത് നൽകിയത് വാഗ്ദാനം വഴിയാണ്. പിന്നെന്തിനാണ് നിയമം? വാഗ്ദാനം സിദ്ധിച്ചവന് സന്തതി ലഭിക്കുന്നതുവരെ പാപങ്ങൾ നിമിത്തം നിയമം നൽകപ്പെട്ടു. ദൂതന്മാർ വഴി ഒരു മധ്യസ്ഥനിലൂടെ അത് വിളംബരം ചെയ്യപ്പെട്ടു. ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിലേ മധ്യസ്ഥൻ വേണ്ടു. എന്നാൽ ദൈവം ഏകനാണ്. അങ്ങനെയെങ്കിൽ നിയമം ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾക്ക് വിരുദ്ധമാണോ? ഒരിക്കലും അങ്ങനെയാകാതിരിക്കട്ടെ. എന്തെന്നാൽ ജീവദായകമായ ഒരു നിയമം നിലവിലുണ്ടായിരുന്നെങ്കിൽ നീതി തീർച്ചയായും ആ നിയമം വഴി ഉണ്ടാകുമായിരുന്നു. എന്നാൽ ഈശോ മിശിഹായിലുള്ള വിശ്വാസം വഴി വിശ്വാസികൾ വാഗ്ദാനം പ്രാപിക്കേണ്ടതിന് വിഹിതം സകലവും പാപത്തിന് കീഴിലാക്കി. വിശ്വാസം ആവിർഭവിക്കുന്നതിന് മുൻപ് നിയമത്തിന് ഏൽപ്പിക്കപ്പെട്ട് വിശ്വാസം വെളിപ്പെടുന്നതിനായി നാം നിയമത്തിന്റെ കാവലിലായിരുന്നു. തന്നിമിത്തം നമ്മൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് മിശിഹായിലേക്ക് നമ്മെ നയിക്കുന്നതിനായി നിയമം നമ്മുടെ പരിശീലകനായിരുന്നു. വിശ്വാസം സമാഗതമായ നിലയ്ക്ക് ഇനിമേൽ നമ്മൾ പരിശീലകന് കീഴിലല്ല. ഈശോ മിശിഹായിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. എന്തെന്നാൽ മിശിഹായിൽ മാമോദീസ സ്വീകരിച്ചിരിക്കുന്ന നിങ്ങൾ മിശിഹായെ ധരിച്ചിരിക്കുന്നു. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല. നിങ്ങളെല്ലാവരും ഈശോ മിശിഹായിൽ ഒന്നാണ്. നിങ്ങൾ മിശിഹായ്ക്കുള്ളവരാണെങ്കിൽ അബ്രാഹത്തിന്റെ സന്തതികളാണ്, വാഗ്ദാനം അനുസരിച്ചുള്ള അവകാശികൾ. ഇതാണ് ഞാൻ പറയുന്നത്: പിന്തുടർച്ച അവകാശി എല്ലാറ്റിന്റെയും ഉടമയാണെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം അടിമയിൽ നിന്ന് വിഭിന്നനല്ല. പിതാവ് നിശ്ചയിക്കുന്നതുവരെ അവൻ രക്ഷകർത്താക്കന്മാരുടെയും കാര്യസ്ഥന്മാരുടെയും കീഴിലായിരിക്കും. നമ്മുടെ കാര്യവും ഇതുപോലെ തന്നെ. നമ്മൾ ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിന്റെ ആദിശക്തികൾക്ക് അടിമപ്പെട്ടിരുന്നു. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ അയച്ചു. അവൻ നിയമത്തിന് അതീതനായി സ്ത്രീയിൽ നിന്ന് ജനിച്ചു. അത് അവൻ നിയമത്തിന് അധീനായതിനെ വീണ്ടെടുക്കാനും അതുവഴി നമുക്ക് ദൈവപുത്ര സ്ഥാനം ലഭിക്കുന്നതിനുമാണ്. നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തന്റെ പുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചിരിക്കുന്നു. ആകയാൽ ഇനിമേൽ നീ ദാസനല്ല, പിന്നെയോ പുത്രനാണ്. പുത്രനെങ്കിൽ ദൈവത്താൽ അവകാശിയുമാണ്.
പരിശുദ്ധ സ്തുതിയുയരട്ടെ ആദിമുതൽക്കേ നിത്യവുമാവിത്തീരട്ടെ. ഹല്ലേലൂയ 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 പാടാം ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്കാറിയിച്ച നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 2 വാക്യം 1. അക്കാലത്ത് ലോകമാസകങ്ങളുടെ ജനങ്ങളുടെ പേര് എഴുതിച്ചേർക്കപ്പെടണം എന്ന് അഗസ്റ്റസ് സീസർ എന്ന് കൽപ്പന പുറപ്പെട്ടു. കിരീനിയോസ് സിറിയായ ദേശാധിപതിയായിരിക്കുമ്പോൾ ആദ്യത്തെ ഈ പേരെടുത്ത് നടന്നു. പേരെഴുതിക്കാനായി ഓരോരുത്തരും താന്താങ്ങളുടെ നഗരത്തിലേക്ക് പോയി. ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിൽപ്പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലയിലെ പട്ടണമായ നസറത്തിൽ നിന്ന് യൂദയായ ദാവീദിന്റെ പട്ടണമായ ബെത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടെ പോയി. അവിടെയായിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമെടുത്തു. അവൾ തന്നെ കടിഞ്ഞുവെൽപ്പിൽ തന്നെ പ്രസവിച്ചു. അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തുട്ടിയിൽ കിടത്തി. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല.
വിശ്വാസനീയമുള്ളവരെ ഇന്ന് ക്രിസ്മസ് ഫെസ്റ്റിവലിന്റെ പദവി വളശ്ശേരിയാണ്. വളശ്ശേരി ഹാദമായിട്ട് ഈ കൂട്ടുകാരിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശീലരെ സ്നേഹിക്കപ്പെടുന്ന പ്രിയവതികളെ, മാതാപിതാക്കന്മാരെ, സഹോദരന്മാരെ, നല്ലൊരു ക്രിസ്മസ് കാലം ആശംസിക്കാൻ പറ്റിയ അവസ്ഥയിലല്ല ഞാനും നിങ്ങളും എന്ന് അറിയാമെങ്കിലും എല്ലാവർക്കും ക്രിസ്മസിന്റെ എല്ലാ ആശംസകളും, പ്രത്യേകിച്ച് പ്രാർത്ഥന ആശംസകൾ സ്നേഹത്തോടുകൂടി നേരുകയാണ്. ക്രിസ്മസ് ഒരു ആഘോഷമാണ് നമുക്ക് എല്ലാവർക്കും. നമുക്കറിയാം, നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഘോഷങ്ങളിൽ ഒന്നാണ് ഈശോയുടെ പിറവി തിരുനാൾ. പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്, പള്ളിയിലെ കുഞ്ഞുനാളിൽ കരോൾ സാധാരണ 24-ാം തീയതി വൈകുന്നേരമാണ്. ഒത്തിരി വാർഡുകളിലൊക്കെ ഉള്ളതുകൊണ്ട് 24-ാം തീയതി വൈകുന്നേരം കരോളിനൊക്കെ പോയി അതേവഴി പിന്നെ വീട്ടിലോട്ട് വരികയില്ല, നേരെ പള്ളിയിലോട്ടാണ് പോവുക. പള്ളിയിൽ പോയിരുന്ന് ശരിക്കും പറഞ്ഞാൽ ദിവ്യബലിയിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ശരിക്കും പള്ളിയിലെ പാട്ട് കേട്ട് ഉറങ്ങിയിട്ടുണ്ട് എന്ന് വേണം പറയാനായിട്ട്. പിന്നീട് പണ്ട് പള്ളിയിലുള്ള ഒരു തോമസ് ചേട്ടൻ വീടി കത്തിച്ച് കതിന പൊട്ടിക്കുമ്പോഴാണ് ഞങ്ങളൊക്കെ കുഞ്ഞുനാളിൽ എണീക്കുക. ക്രിസ്മസ് ഒക്കെ അങ്ങനെ നല്ല ഓർമ്മകളുടെ ഒരു ആഘോഷത്തിന്റെ കാലഘട്ടമായിരുന്നു. ഇന്ന് അതൊക്കെ പോയി എന്ന് വേണം കരുതാൻ. ചെറിയൊരു രോഗം കാരണം നമ്മുടെയൊക്കെ ജീവിതങ്ങൾ മാറി മറഞ്ഞു. ചിരിക്കുകയാണോ കരയുകയാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത വിധത്തിൽ നമ്മുടെയൊക്കെ മുഖങ്ങളെ മറച്ചു കളഞ്ഞു. ചിലർക്കൊക്കെ ഈ മാസ്ക് കൊണ്ടൊരു ഗുണമുണ്ട്, അവരുടെ വികാരങ്ങൾ പുറത്ത് പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ല. ഉള്ളിൽ കരയുന്നവർക്കും അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്നവർക്കുമൊക്കെ വലിയൊരു മറയായിട്ട് മാസ്ക് തീർന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്താണ് ക്രിസ്മസ്? പരിശുദ്ധ അമ്മയുടെയും യോസേപ്പിതാവിന്റെയും ജീവിതത്തിൽ ക്രിസ്മസ് എന്തായിരുന്നു? ആഘോഷമല്ലായിരുന്നു എന്ന് വേണം കൃത്യമായിട്ട് പറയാൻ. കാരണം രക്ഷകന്റെ വരവറിയിച്ചുകൊണ്ടുള്ള സന്ദേശം മാലാഖ നൽകിയപ്പോ തൊട്ട് നല്ല കാര്യങ്ങളൊന്നുമല്ല ആ പാവം മനുഷ്യരുടെ ജീവിതത്തിൽ സംഭവിച്ചത്. യോസേപ്പിതാവ് ആകെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങളൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ നല്ല കാര്യങ്ങളൊന്നും സംഭവിക്കാതെ ഈശോയുടെ ജനന സമയത്ത് നമ്മൾ വായിച്ചു കേട്ടു, അവസാനത്തെ വാചകം അവസാനിച്ചത് അല്ലെങ്കിൽ സുവിശേഷം അവസാനിച്ചത് അവർക്ക് സത്രത്തിൽ മുറി ലഭിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. യാതൊരു സൗകര്യങ്ങളിലേക്കുമല്ല രക്ഷകൻ തന്റെ ജനതയെ രക്ഷിക്കാനായിട്ട് കടന്നു വന്നത്. യാതൊരു വലിയ സൗഭാഗ്യങ്ങളിലേക്കുമല്ല പരിശുദ്ധ അമ്മയെ യോസേപ്പിതാവിനെയും ഒക്കെ ദൈവം സന്ദേശം അറിയിച്ചതും രക്ഷാകര ചരിത്രത്തിന്റെ ഭാഗമാക്കിയതും ദുരിതങ്ങളിലേക്കായിരുന്നു. രക്ഷകന്റെ ജനനത്തിന് ശേഷം ലൂക്കാസ് സുവിശേഷം അത് പറയുന്നില്ല, മത്തായി ശ്ലീഹായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ഈജിപ്തിലേക്കുള്ള പാലായനം, പിന്നീട് അവിടെ നിന്നുള്ള തിരിച്ചുവരവ്. അങ്ങനെ രക്ഷകന്റെ ജനനത്തിന് മുമ്പ് തുടങ്ങി നിറവയറോടുകൂടി ഒരു ദീർഘദൂര യാത്ര നടത്തേണ്ടി വരുന്ന പരിശുദ്ധ അമ്മ. ഇന്ന് നമുക്കൊക്കെ സൗകര്യങ്ങളുണ്ട്, പക്ഷെ അന്ന് അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതിനുശേഷമാണ് സത്രത്തിലോ അല്ലെങ്കിൽ നല്ലൊരു സ്ഥലം ലഭിക്കുന്നില്ല, വീണ്ടും അവിടെ നിന്നുള്ള ഓട്ടം തുടങ്ങി ദുരിതങ്ങളിലേക്കാണ് പരിശുദ്ധ അമ്മയും യോസേപ്പിതാവും നടന്നു നീങ്ങിയത്. ഈശോയുടെ ജീവിതം നമുക്കറിയാം, അത്ര സൗകര്യങ്ങളിലൂടെയോ സൗഭാഗ്യങ്ങളിലൂടെ അല്ലായിരുന്നു. എന്താണ് ഇതൊക്കെ നമ്മളോട് പറയുന്നത്? നീയും ഞാനും പ്രതീക്ഷിക്കുന്നത് പോലെ വലിയ അത്ഭുതങ്ങളൊന്നും മനുഷ്യരെന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം തരത്തില്ല എന്ന് തന്നെയാണ്. ദുരിതങ്ങളെ തിരിച്ചറിയുവാനും
മനസ്സിലാക്കുവാനും അനുഭവിക്കുവാനും അതിലൂടെ പഠിക്കുവാനും ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ കൊറോണ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വാട്സപ്പ് സന്ദേശങ്ങൾ ലഭിച്ചത് നമ്മളെ പോലെ പ്രാർത്ഥിക്കുന്നവരെയൊക്കെ കളിയാക്കിക്കൊണ്ടായിരുന്നു. നിങ്ങളുടെ ദൈവം എവിടെയെന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നും വരുന്നില്ല. എന്തുകൊണ്ടാണ്? കളിയാക്കിയവര് പോലും പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഇതെങ്ങനെയെങ്കിലും ഒന്ന് മാറി കിട്ടണമേ എന്ന്. ശരിക്കും പറഞ്ഞാൽ അതാണ് സംഭവിച്ചത്. നിന്നെ തന്നെ ദൈവം പഠിപ്പിക്കുകയാണ് ദുരിതങ്ങളിലൂടെ. നീ സാധാരണ മനുഷ്യനാണ് എന്ന്. നീ പ്രാർത്ഥിക്കേണ്ടത് ദുരിതങ്ങൾ മാറട്ടെ എന്നല്ല, മറിച്ച് ഇതൊക്കെ അഭിമുഖീകരിക്കുവാൻ, ഇതൊക്കെ അനുഭവിക്കുമ്പോൾ തളർന്നു വീഴാതെ വീണ്ടും പിടിച്ചു നിൽക്കുവാൻ ശക്തി ലഭിക്കണമേ എന്നാണ്. പരിശുദ്ധാമേ യോസേപ്പിതാവൊക്കെ പ്രാർത്ഥിച്ചത് അതുതന്നെയായിരിക്കണം. കാരണം അവരുടെ ജീവിതത്തിൽ വലിയ സൗഭാഗ്യങ്ങളല്ല ലഭിച്ചത് എന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുമ്പോൾ തിരിച്ചറിയുക, അവര് തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചത് ഇത് തന്നെയായിരിക്കാം. തളർന്നു പോകാതെ രക്ഷാകര ചരിത്രത്തിൽ രക്ഷകന്റെ കൂടെ ഉടനീളമായിരിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ എന്ന്. അതുകൊണ്ട് തന്നെയാണ് കുരിശിന്റെ ചുവട്ടിൽ പരിശുദ്ധ അമ്മ തളർന്നു പോകാതിരുന്നത്. തന്റെ പ്രിയപുത്രന്റെ മരണം, താൻ രക്തവും മാംസവും നൽകിയ തന്റെ പ്രിയപുത്രന്റെ മരണം കണ്ണിന് മുമ്പിൽ കണ്ടപ്പോഴും പരിശുദ്ധ അമ്മ തളർന്നു വീഴാതിരുന്നത് അതുകൊണ്ട് തന്നെയാണ്. നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് കർത്താവ് ഈ ദിവസം ഈ ദുരിതങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ തന്റെ തന്നെ ജീവിതത്തിലെ ഒരു ഏട് നമ്മൾക്ക് പകർന്നു തന്നുകൊണ്ട് കർത്താവ് പറയുകയാണ്, നീ സാധാരണ മനുഷ്യനാണ്, തളർന്നു വീഴാതെ ഇരിക്കുവാൻ നീ പ്രാർത്ഥിക്കണം, ശക്തിപ്പെടണമെന്ന്. ശരിക്കും പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ അനുയായികളുള്ള ഒരു ദൈവമാണ് ക്രിസ്തു. പക്ഷേ തന്റെ ജീവിതത്തിൽ കാര്യമായ അമാനുഷികത്വമോ അത്ഭുതങ്ങളോ ഒന്നും കർത്താവ് കാണിച്ചിട്ടില്ല. സാധാരണ മനുഷ്യരെ പോലെ വികാരങ്ങൾ അവൻ പ്രകടിപ്പിച്ചിട്ടുണ്ട്. സാധാരണ മനുഷ്യരെ പോലെ വേദനയെ അവൻ അനുഭവിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അതിൽ കൂടുതൽ എന്ന് വേണം പറയാൻ. സാധാരണ മനുഷ്യരെ പോലെ വിശപ്പ് അവൻ അനുഭവിച്ചിട്ടുണ്ട്. സാധാരണ മനുഷ്യരെ പോലെ സഹോദരന്റെ ഇഷ്ടപ്പെട്ടവരുടെയൊക്കെ വേർപാടിൽ അവൻ ദുഃഖിച്ചിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവര് പോലും, ഏറ്റവും സ്നേഹത്തോടുകൂടി ചേർത്ത് നിർത്തിയവര് പോലും അവനെ ഉപേക്ഷിച്ചപ്പോൾ അവൻ സങ്കടപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടും എന്തേ നമ്മളെ പോലെയുള്ളവരൊക്കെ അവന്റെ പിന്നാലെ പോകുന്നു. വിളിച്ച ഒറ്റ വിളിയിൽ തന്നെ എന്തുകൊണ്ടാണ് തങ്ങളുടെ ഉപജീവന മാർഗം ഉപേക്ഷിച്ചുകൊണ്ട് ഒത്തിരി മനുഷ്യർ അവന്റെ പിറകെ പോയത്? ഇന്ന് ഈ ദുരിതങ്ങളുടെയൊക്കെ നടുവിലൂടെ പോകുമ്പോഴും കർത്താവിനെ ഒരിക്കലും കുറ്റപ്പെടുത്താതെ എങ്ങനെയെങ്കിലും ഞങ്ങളുടെ ദേവാലയം ഒന്ന് തുറന്നു കിട്ടിയിരുന്നെങ്കിൽ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിരുന്നുവെങ്കിൽ, ഒരുമിച്ച് കൂടുവാൻ, പ്രിയപ്പെട്ടവരോട് കൂടി ഒരുമിച്ച് കൂടുവാൻ ഞങ്ങൾക്ക് സാധിച്ചിരുന്നുവെങ്കിൽ എന്ന് നമ്മൾ എന്തുകൊണ്ടാണ് ആഗ്രഹിക്കുന്നത്? അതാണ് അവന്റെ ശക്തി. കാരണം നമ്മിൽ ഒരുവനായിട്ടാണ് ക്രിസ്തു ജനിച്ചത്. സ്നേഹമുള്ളവരെ, ക്രിസ്മസ് കാലഘട്ടത്തിൽ സാധാരണ പ്രസംഗം പറയാനൊക്കെ ബുദ്ധിമുട്ടാണ്. കാരണം ഇതൊക്കെ ഒത്തിരി പറഞ്ഞ് പഴകിപ്പോയ കഥകളൊക്കെ കിട്ടത്തുള്ളൂ. ഇപ്പോഴിങ്ങനെ തപ്പിയപ്പോൾ ഒരു പക്ഷെ നിങ്ങൾ കേട്ടതാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ കഥ പറയാം. ക്രിസ്തുവിന്റെ ജനനത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന് നല്ലൊരു കാഴ്ച നൽകുവാനായിട്ട് മൃഗങ്ങളോട് മാലാഖ ചോദിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. ദൈവപുത്രന്റെ ജനന സമയത്ത് അദ്ദേഹത്തെ സന്ദർശിക്കുവാനും അദ്ദേഹത്തിന് തങ്ങളാലാകുന്ന വിധത്തിൽ എന്തെങ്കിലുമൊക്കെ നൽകാൻ സാധിക്കുക എന്നത് അവർക്ക് സന്തോഷമുള്ള കാര്യമായിരുന്നു. സിംഹം പറഞ്ഞു, ഞാൻ ശക്തനാണ്, ഞാൻ പൊക്കോളാം. അപ്പോൾ മാലാഖ പറഞ്ഞു, നിന്റെ ശക്തി അദ്ദേഹത്തിന് ആവശ്യമില്ല, നിന്റെ ഗർജനം അദ്ദേഹത്തെ ഒരു പക്ഷേ അലോസരപ്പെടുത്തും, അതുകൊണ്ട് നീ പോകണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാമത് വന്നത് കുറുക്കനാണ്. കുറുക്കൻ പറഞ്ഞു, എന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ പാട്ടുപാടി അദ്ദേഹത്തെ വേണമെങ്കിൽ ഉറക്കാം. അപ്പോൾ മാലാഖ പറഞ്ഞു, നീ കൗശലക്കാരനാണ്, ഇപ്പൊ പറയുന്നത് നീ പിന്നീട് പറയത്തില്ല, അതുകൊണ്ട് നീയും പോകണ്ട എന്ന് പറഞ്ഞു. പിന്നീട് വന്നത് ഒരു പാവം പശുവും ഒരു കഴുതയുമാണ്. അവര് പറഞ്ഞു, ഞങ്ങൾക്ക് കാര്യമായ കഴിവുകളൊന്നുമില്ല, എന്നിരുന്നാൽ പോലും ഈച്ചയും കൊതുകും വരുമ്പോൾ വാലുകൊണ്ടാട്ടി ഞങ്ങൾ അവയെ അകറ്റിക്കോളാം എന്ന് പറഞ്ഞു. മാലാഖ പറഞ്ഞു, അത് മതി, നിങ്ങൾക്ക് രക്ഷകന്റെ അടുത്തേക്ക് പോകാം. സ്നേഹമുള്ളവരെ, ക്രിസ്മസ് നമ്മളോട് പറയുന്നത്, പ്രത്യേകിച്ച് ഒരു ദുരിതങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് തന്നെയാണ്. നമ്മളാലാകുന്ന വിധത്തിൽ
ആർക്കെങ്കിലും ഒക്കെ ഒന്ന് ഈച്ചയാട്ടി കൊടുക്കുക. ഒരുപക്ഷെ അവര് നമ്മൾ ഉറങ്ങിയില്ലെങ്കിലും അവര് ശാന്തമായിട്ട് ഉറങ്ങിക്കൊള്ളും. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, നമ്മളൊക്കെ ശാന്തമായിട്ട് ഉറങ്ങുമ്പോൾ നമ്മുടെ ചുറ്റും നിന്നുകൊണ്ട് ഈച്ചയാട്ടുന്ന കൊതുകിനെ ആട്ടുന്നവരുണ്ട് എന്നുകൂടി പ്രിയപ്പെട്ട മക്കളോടാണ് ആ ഒരു കാര്യം പറയുന്നത്. ഇന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ അടുത്ത് വാശി പിടിക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. വലിയൊരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുമ്പോൾ, ഒത്തിരി പേർക്ക് ജോലി നഷ്ടപ്പെട്ടു പോകുമ്പോൾ, ഒത്തിരി പേർക്ക് വീട്ടിലിരുന്നു കൊണ്ട് ജോലി നിരന്തരമായിട്ട് പല കാര്യങ്ങളും ചെയ്യേണ്ടി വരുമ്പോഴൊക്കെ നിങ്ങളുടെ മാതാപിതാക്കൾ ഒത്തിരി ബുദ്ധിമുട്ടുകളിലൂടെയാണ് കടന്നു പോകുന്നത്. അവരുടെ ഉറക്കം കളഞ്ഞ് ഈച്ചയാട്ടുന്നത് കൊണ്ടാണ് നിങ്ങളൊക്കെ ശാന്തമായിട്ട് ഉറങ്ങുന്നത് എന്നുകൂടി മറന്നു പോകരുത് എന്ന് ഈ ക്രിസ്മസ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ക്രിസ്മസ് ഓർമ്മപ്പെടുത്തുന്നു, ഒന്ന്, നീ സാധാരണക്കാരനായ മനുഷ്യനാണ്. അഹങ്കരിക്കാൻ നിന്റെ ജീവിതത്തിൽ ഒന്നുമില്ല എന്ന് സാധാരണ മനുഷ്യനായ വികാരങ്ങളോടുകൂടി വന്നുവരുന്ന ക്രിസ്തു നിന്നെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവത്തിൽ നിന്ന് ശക്തി സ്വീകരിച്ച് ദുരിതങ്ങളെ അഭിമുഖീകരിക്കണമെന്ന് ക്രിസ്മസിനെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു പശുവിന്റെയും കഴുതയുടെയും ചെറിയ കഥയിലൂടെ ക്രിസ്മസിനെ ഓർമ്മപ്പെടുത്തുകയാണ്. നീയും ആർക്കെങ്കിലും വേണ്ടിയൊക്കെ ഈച്ചയെയും ആട്ടി കൊതുകിനെയും ആട്ടി അവർക്ക് നന്മ നൽകണമെന്ന് ക്രിസ്മസ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ചുറ്റും നമുക്ക് വേണ്ടി നന്മ ചെയ്തുകൊണ്ട് ആരെങ്കിലും ഒക്കെയുണ്ട്, അവരെ ഒരിക്കലും മറന്നു കളയരുത് എന്ന്. വലിയൊരു ദുരന്തത്തിലൂടെ, ബുദ്ധിമുട്ടിലൂടെ, സങ്കടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ പലപ്പോഴും നമ്മുടെ പുഞ്ചിരിക്കുന്ന മുഖം പലരെയും കാണിക്കാൻ സാധിക്കാതെ വരുമ്പോൾ, പ്രിയപ്പെട്ടവരെ സന്ദർശിക്കാൻ സാധിക്കാതെ വരുമ്പോൾ, കൂടെ ഉണ്ടായിരുന്ന പലരും ഈ ലോകത്തോട് തന്നെ ഈ ലോകത്തിലൂടെ വിട പറഞ്ഞു പോകുന്ന ഈ സമയത്ത് ദൈവം നമ്മെ സംരക്ഷിക്കുന്നതിന്, നമുക്കും 3 നേരം ഭക്ഷിക്കാൻ ഭക്ഷണം തരുന്നതിന് തമ്പുരാൻ നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ക്രിസ്മസ് കാലഘട്ടം ആഘോഷിക്കാം. അതോടൊപ്പം ആഘോഷിക്കുന്നതിനിടയിൽ ചുറ്റുമുള്ള നമ്മളെ ആവശ്യമുള്ള നമ്മുടെ ആഘോഷങ്ങൾക്കിടയിൽ ദുരിതം അനുഭവിക്കുന്നവരൊരിക്കലും മറന്നു പോകാതിരിക്കാം. ഒന്നും നൽകാൻ സാധിച്ചില്ലെങ്കിലും ദയവായി അവർക്ക് വേണ്ടി പ്രാർത്ഥനയെങ്കിലും നൽകാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഉണ്ണിമിശിഹ നമ്മളെ ഓരോരുത്തരെയും സ്വന്തമായി അനുഗ്രഹിക്കട്ടെ. മറന്നു പോകാതിരിക്കുക, നീ ഒരു സാധാരണ മനുഷ്യനാണ് എന്ന്. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ നിന്ന് മനുഷ്യനായി പിറന്ന മിശിഹായെ ധ്യാനിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു എന്നേറ്റു പറയാം. വിനീതരായ ആട്ടിടയന്മാരെയും വിജ്ഞാനികളായ ശാസ്ത്രജ്ഞരെയും ദിവ്യ ശിശുവിന്റെ സൗകര്യത്തിലേക്ക് നയിച്ച ദൈവമേ, തന്റെ തിരുക്കുമാരന്റെ മനുഷ്യാവതാരം വഴി എളിമയുടെയും ദാരിദ്ര്യത്തിന്റെയും മാതൃക കാട്ടുകയും സമാധാനവും പ്രത്യാശയും നൽകി ലോകത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത ദൈവമേ, പാപം മൂലം അടയ്ക്കപ്പെട്ട പർദീസായുടെ വാതിൽ തുറന്നു തരുന്നതിനും മനുഷ്യ ശരീരം എടുത്ത് ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിനും അങ്ങയുടെ പ്രിയസുതനെ അയച്ച ദൈവമേ, തന്റെ ഏകജാതനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ അവർക്ക് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് അവനെ നൽകുവാൻ തക്കവിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച ദൈവമേ, ദാസന്റെ വേഷം ധരിച്ച് കാലത്തൊഴുത്തിൽ പിറന്ന ദിവ്യസുതൻ വഴി പതിതരെയും പാവപ്പെട്ടവരെയും തന്നിലേക്ക് അടുപ്പിച്ച ദൈവമേ, മനുഷ്യാവതാരം വഴി ഞങ്ങളുടെ നിത്യ പുരോഹിതനായ മിശിഹായെ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി മെത്രാപ്പൊലിത്തായെയും സെബാസ്റ്റ്യൻ മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കുന്ന ദൈവമേ, നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. നിത്യകന്യകയായ മറിയത്തോടും നീതിമാനായ യോസേഫിനോടും വിനീതരായ അമ്മയോടും ചേർന്ന് ഞങ്ങളും ദൈവപൈതലിനെ സ്വീകരിച്ച് ആരാധിക്കുന്നു. ദൈവമകൾ ഉചിതമായ ജീവിതം നയിക്കുവാൻ നിങ്ങളെ സഹായിക്കണമേ. മനുഷ്യാവതാരത്താൽ ധനിരായ ചിന്തയിലും പ്രവൃത്തിയിലും നിശിഹാവതരണനാകുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥായ നീക്ക് കർത്താവിനെ
ദൃഢമായി ശരണപ്പെട്ടു. അതിലെ നിവാസികളും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും നീതിമാനായ യോസേഫിന്റെയും സ്മരണ വിശുദ്ധീടത്തിലുണ്ടാകട്ടെ. ദൈവത്തിന്റെ സ്നേഹന്മാരെ, ഏകജാതരുടെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഘോഷിക്കട്ടെ. വിജയം വരുന്ന നീതിമാന്മാരെയും അവരുടെ രക്തസാക്ഷികളെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ചെറിയവരും വലിയവരുടെ സ്തുത്യർഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ വ്യാപിക്കുന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശിലുവായി തറയ്ക്കപ്പെടുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നു. മനുഷ്യരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സകലാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏറ്റവും പരിശുദ്ധവും സ്നേഹവും സാമർത്ഥ്യവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ശരീരത്തിൽ വീർപ്പും ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാർട്ടിസ്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, ബ്രദർമാർ, ശുശ്രൂഷകൾ എന്നതിന്റെയും ബ്രഹ്മചര്യ കണികളെ നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രി പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നവരെ ഓർമ്മയാമിച്ചെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കും. നിഷായുടെ സ്നേഹവും വിശ്വാസമായ എല്ലാ ഭരണാർത്ഥാക്കളെയും സത്യവിശ്വാസത്തോടും വെച്ച് ഈ ലോകത്ത് വലപ്പെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുക. നിഷായുടെ കൃപ ഈ ബലി നമുക്ക് സാധന വെച്ച് സ്വർഗരാജ്യത്തിൽ നിത്യജീവനെ കാണുമാകട്ടെ. സഹോദരരെ, ഈ കുർബാനയുടെ കരങ്ങളോടെ പൂർത്തിയാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ.
ഈ കുർബാനയോടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സംതൃപ്തനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പറ്റി അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായ ഞങ്ങളെ കാരുണ്യത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകി ഈ ദാനത്തിൽ സ്നേഹത്തോടെ ഉറച്ച വിശ്വാസത്തോടുകൂടി പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും പ്രതിയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരനെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവാൻ നമുക്കെല്ലാവർക്കും എന്താക്കൂടെ കർത്താവിന് നന്ദി വരുകയും അടുത്ത് വെച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം ഇവിടെ അനുഷ്ഠിക്കപ്പെടുകയും സൂക്ഷിച്ചു വീക്ഷിക്കുവാൻ വൈപരീത്യമായ രഹസ്യങ്ങൾ ഉദാശ ചെയ്യപ്പെടുന്നു. വിരോധം തന്നെ മാനസിക ബലി സമാധാനം സവർണമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവാൻ. സമാധാനം നമ്മോടുകൂടെ. പരിശുദ്ധാത്മാവുമായ സർവേശ്വരായുടെ മഹത്വം നേതൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളുടെ കർജ്ജതയും യഥാസൃഷ്ടികളുടെ പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകത്തെയും മുതല സകലത്തെയും കഴിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ മഹോന്നതനായ നീയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അതിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈനികൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരൂപികളുമായ കോപന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഒരു ആരാധന സമർപ്പിക്കുന്നു. പാടുന്നു
ഞങ്ങൾ പാടുന്നു. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോട് നിങ്ങൾ പ്രതിജ്ഞ സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനം അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിഷ്ഠായുമായ വചനമായ ദൈവത്തെ നിങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നല്ല കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ സൂര്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുള്ള മധ്യമായ ആത്മാവോടെ മധ്യമായ ശരീരത്തോടുകൂടെ പരിപൂർണ മനുഷ്യനായ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായി ഉച്ചരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനെ എത്തിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായിരുന്നാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവേ. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. നീ ഞങ്ങൾക്ക് എല്ലാ സഹായങ്ങളും അനുഗ്രഹങ്ങളുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും
കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവ് തലവനുമായ ജോർജ് മെത്രാപ്പോലീത്തായ്ക്ക് വേണ്ടിയും അതിരൂപതാധ്യക്ഷനായ ജോർജ് മെത്രാപ്പോലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവ് മേലധ്യക്ഷനുമായ സെബാസ്റ്റ്യൻ മെത്രാന് വേണ്ടിയും പുരോഹിതന്മാർ സമർപ്പിതരന്മായ പ്രേക്ഷകർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീഹന്മാരുടെ രക്തസാക്ഷികളുടെയും വന്ദനകളെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായി വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധമായ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആഗ്രഹമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിങ്ങൾ നാമത്തിൽ മറികഴിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരണത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിന് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവം ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായി ബലിപീഠത്തിന്മേലെ അഭിഷേകത്തിന്റെ ശരീരരക്തങ്ങൾ നിങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണ ദൈവമാതാവായ കനികാമറിയത്തിന്റെയും സകല വിശുദ്ധരുടെയും ഭാവന സ്മരണ സംജാതമാകണമേ. ജീവിതകാലം മുഴുവൻ ഞങ്ങളുടെ ശാന്തിയും സമാധാനവും നിങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായി ഈശോമിശിഹായെ അയച്ചിരുന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസയുടെ സജീവവും ജീവനായകവും അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ വിശുദ്ധിയുടെ മാർഗം പഠിപ്പിച്ചു എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥന്റെ രക്ഷകനുമായ ഈശോമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും മഹനീയവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ സ്മരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് നിന്റെ ദാസരുടെ കുർബാനയിൽ ആഘോഷിച്ച് ശിവനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രവൃത്തിയും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ പ്രത്യാശയും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും സ്വർഗരാജ്യമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള മഹനീയവും വിസ്മയാവകവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ അമൃത രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കഥന്റെയും ആരാധനകൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേയുടെ കാരുണ്യത്തിനോട് കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവായ ദൈവമേ, തീർത്തുമയോഗ്യരാകുന്നു എങ്കിലും സുജകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായുടെ നാമത്തിൽ സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗ്ഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു.
ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും നമ്മുടെ രക്ഷന്റെ അമൂല്യമായ ശരീരത്തിലുള്ള രക്ഷങ്ങൾ നമുക്ക് എല്ലാവർക്കും ഭക്തിയാഗ്രഹങ്ങളോടെ സമീപിക്കാം. രണ്ടാമത്തിനുള്ള വാക്കുനാശനത്തോടും അപരാധങ്ങളിൽ നിന്നുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരത്തെ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് നീനാഥനായ ദൈവത്തോട് കൃപയും പാപവും യാചിക്കുകയും ചെയ്യാം. പിന്നെ ഞങ്ങളെ കലങ്ങൾ പിടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വ്യക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനെ പുറത്തുവിടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദൈവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരത്തിനും കേൾപ്പിനും ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. നൽകിയ മനോവിശ്വാസത്തോടുകൂടി അങ്ങയുടെ സന്നിധിയിൽ കൂടുതൽ നിർമ്മലഹൃദയരും പ്രസന്നവതരും നിഷ്കളങ്കരുമായ പരിക്കുവാനുള്ള യോഗ്യരാകണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് ഈ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ പിതാവേ, കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നമ്മുടെ സൈന്യങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ നിരന്തരമാകുന്നു. വിസ്മയപൂർവം നമ്മോട് സ്തുതിച്ചുകൊണ്ട് ഉദ്ഘോഷിക്കുന്നു. കർത്താവ് പരിശുദ്ധനാകുന്നു, ദൈവം പരിശുദ്ധനാകുന്നു, ആരാധ്യമുള്ളവൻ പരിശുദ്ധനും അമീയമാകുന്നു. നമ്മെ കൃപാവരപ്പെടുത്ത കാരണം എല്ലാവരും സമ്പൂർണ്ണമാകട്ടെ. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളേക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരയണമേ. അങ്ങനിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. തിരുസ്നേഹം നൽകി അഴുകാന ഭൂലോകം മുഴുവൻ കരുണയിലും തിരുസ്നേഹം നൽകി അഴുകാന ഈശോ
സ്നേഹമുള്ളവരെ, വളരെ സന്തോഷമുള്ള ദിവസമാണ്. മലാഖമാരിക്കുന്ന പോലെ നമ്മുടെ കുറേകളും എല്ലാവരും ഒരുമിച്ച് അഭിനന്ദനങ്ങളും ക്രിസ്മസിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രത്യേകമായി നേരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ഉദ്ദേശിച്ച് അർപ്പിച്ച ഫ്രാൻസിസ് അൽപ്പത്തച്ഛനും ദൈവത്തിന് പങ്കുവെച്ചുന്ന വീടിൻ വളർച്ചേരി അച്ഛനും പ്രത്യേകമായി നന്ദി പറയുന്നു. അത് നമ്മുടെ നല്ല ക്ലിപ്പുണ്ടാക്കിയിട്ടുണ്ട്. ക്ലിപ്പ് ആദ്യം പള്ളിയിൽ തന്നെ ചെറുതായിട്ട് മതി എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. പള്ളിയിൽ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് പുറത്ത് നമ്മൾ ചെയ്തുകൊണ്ട് കൈകാരന്മാരുടെ നേതൃത്വത്തിൽ രാപ്പകൽ അധ്വാനിച്ച് പോകാൻ ലാഭം. അതുകൊണ്ട് ഒരിക്കൽ കൂടി സന്തോഷപൂർവ്വം സമാധാനപൂർണ്ണമായ ക്രിസ്മസ് ആഘോഷിക്കുന്നു. ആശംസിക്കുന്നു. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നമുക്ക് എല്ലാവരും എഴുന്നേറ്റുന്ന ക്രിസ്തുവിനെ ആസ്വാദനം എടുക്കാം. പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ സുദീർഘവും പരിശുദ്ധവും ജീതായികവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, ലോകരക്ഷകനായ മിശിഹായിനോട് നൽകിയ സ്നേഹാതിരേകത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ജ്ഞാനികൾ സമർപ്പിച്ച കാഴ്ചവസ്തുക്കൾ പോലെ ഞങ്ങളുടെ ദൈവം എനിക്ക് സ്വീകാര്യമാകട്ടെ. മിശിഹായുടെ ശരീരരക്തങ്ങൾ സ്വീകരിച്ച് അങ്ങയുടെ സാക്ഷികളാകുവാൻ ശക്തരാക്കണമേ. അങ്ങയുടെ ദാനത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്ക്. പിതാവിന്റെ പ്രതിരൂപമായ മിശിഹായ പിതാവിനെ കാണുവാൻ അവിടുത്തെ രക്ഷാകരത്തിൽ പങ്കുചേരുവാൻ നിങ്ങൾക്ക് ഇടവരുത്തതിന് നന്ദി പറയുന്നു. വിശുദ്ധ കുർബാനയുടെ ദിനത്തിന് നിങ്ങൾക്ക് ഭക്ഷണപാനീയങ്ങളായി നൽകിയതിന് നിങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. രക്ഷയുടെ അച്ചാരമായ ദിവ്യരഹസ്യം നിങ്ങൾക്ക് നിത്യ സൗഭാഗ്യത്തിന് കാരണമാകട്ടെ. സകലത്തിന്റെയും നാഥായ നീക്ക്. ഞങ്ങളുടെ